ഹലോ, വെൽക്കം ടു ബട്ടൺസ് ആൻഡ് ബുട്ടസ്. ഇന്ന് കട്ട് വർക്ക് വരുന്ന കോട്ട സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. മിക്സ് കോട്ടയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. 6:30 സാരിയുടെ ലെങ്ത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് റണ്ണിങ് ആയിട്ടൊരു ബ്ലൗസ് പീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാരീസ് ഓരോന്നായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത്. ഇതൊരു ക്രീം ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ആദ്യത്തെ സാരി വരുന്നത്. കട്ട് വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഒരു റെഡ് കളറിലെ റെഡ് ആൻഡ് വൈറ്റ്, അങ്ങനെ 2 ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള കട്ട് വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വർക്കാണ്. കോട്ട സാരീസ് പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സീത്രൂ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇത് കണ്ടില്ലേ, വളരെ സീത്രൂ ആണ് ഈ ഫാബ്രിക്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. എന്നാൽ ചിലർക്ക് കോട്ട സാരീസ് വളരെ താല്പര്യം ആണ്. ഉടുക്കാനുള്ള എളുപ്പവും ഉടുത്താനുള്ള ഭംഗിയൊക്കെ കൊണ്ടാണ് ചിലർ കോട്ട സാരീസ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ട സാരീസ് ഇടയ്ക്ക് കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് കോട്ട പർച്ചേസ് ചെയ്യുന്നവർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് ആണെന്നൊരു റീസൺ പറഞ്ഞ് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ റീഫണ്ടോ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ അറിയാം, നിങ്ങൾക്ക് ഉടുക്കുന്നതിന് കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ കോട്ട സാരീസ് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെ പിന്നെ സാരി കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അയ്യോ, ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആണല്ലോ, എങ്ങനെയാണ് ഇത് ഡ്രൈപ്പ് ചെയ്യാമെന്നൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്തവർ മാത്രം ഇത് പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിൽ അടുപ്പിച്ചടുപ്പിച്ച് ഈ ഒരു ഡിസൈൻ ഉണ്ടായിരിക്കും. സാരിയുടെ ബോഡി പോർഷൻ വരുമ്പോൾ ഈ ഡിസൈന് ഇങ്ങനെ താഴത്തെ പോർഷനിലായിട്ടാണ് വരുന്നത്. ഇതുപോലെ ഹാഫ് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും, ബാക്കി ഹാഫ് പോർഷനിലായിരിക്കും ആ ഡിസൈൻ വരുന്നത്. ഇത് പല്ലുവിൽ നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ പുറകിലേക്കിടുന്ന പോർഷനിലാണ് 2 സൈഡിലും ആ വർക്ക് വരുന്നത്. ഈ ഭാഗത്തെല്ലാം ഈ ഒരു സൈഡിലായിരിക്കും, ഈ ഒരു ബോർഡറിലായിരിക്കും ഈ ഒരു വർക്ക് പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ പ്ലീറ്റ്സ് എടുക്കുന്ന ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ്സ് കുത്തുന്ന പാർട്ടുണ്ടല്ലോ, അവിടെയും നമുക്ക് ഈ ഡിസൈൻ വരും. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം സാരി കുത്തി തുടങ്ങുന്ന സ്ഥലം ഇവിടെ നമ്മൾ കുത്തി ആദ്യമായിട്ട് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമല്ലോ, ആ പോർഷനെല്ലാം പ്ലെയിൻ ആയിരിക്കും. ബ്ലൗസ് പീസും പ്ലെയിൻ ആണ്. 1250 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. 1250, 1250. അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ഡീറ്റെയിലിംഗ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലെമൺ യെല്ലോയും പിങ്കുമാണ്. ഈ കാണുന്നതിൽ നിന്നും കുറച്ചുകൂടെ കടുപ്പമുണ്ട് കേട്ടോ യെല്ലോയ്ക്ക്. ഇത്രയും ലൈറ്റ് അല്ല, കുറച്ചും കൂടെ ഒരു ബ്രൈറ്റാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിലിങ്ങനെ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ കട്ട് വർക്ക് പോയിട്ടുള്ളത്. $1250, 1250 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. അടുത്ത സാരി നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. അതാ ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇങ്ങനെയാണ് ഇതിലെ വർക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കട്ട് വർക്കാണ്. സാരിയുടെ പല്ലുവിൽ ഇങ്ങനെ അടുപ്പിച്ച് ഇതുപോലെ ഡിസൈൻ ഉണ്ടായിരിക്കും ഫുള്ളായിട്ട്. സാരിയുടെ ബോഡി വരുമ്പം അത് ഹാഫ് പോർഷനിലേ ഉണ്ടാകത്തുള്ളൂ, ഇങ്ങനെ പകുതി പോർഷനിൽ ഇതുപോലെ. താഴത്തെ പോർഷനിൽ മാത്രമായിട്ട് ഇതുപോലെ സ്കാറ്റേർഡായിട്ട് ആ വർക്ക് വരും. പിന്നെ ബോർഡറിൽ ഇതാ ഇതുപോലെ. നമുക്ക് സാരിയെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി തരാൻ പറ്റി എന്ന് കരുതുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ളൊരു പീച്ച് ഷെയ്ഡാണ് ഇത്. ഈ വീഡിയോയിൽ കാണുന്നതിനും കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു കളറാണ്. വീഡിയോയിൽ ഈ കളറൊക്കെ ഒരല്പം മങ്ങിയേ കാണുകയുള്ളൂ.
ബാക്കി സാരി ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇനി ബാക്കി കളർ കാണിച്ചു പോകാം. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഒരു ബ്ലൂയിഷ് ഗ്രേ പോലെയാണ് ഇരിക്കുന്നത്, അല്ലാതെ വെറുതെ ഒരു നരപ്പൻ ഗ്രേ അല്ല. ഇങ്ങനെ ഇപ്പോൾ ഗ്രേ വരുന്നത് മിക്കവാറും ഒരു ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടോണിലാണ് വരുന്നത്. ഒരു നല്ലൊരു ഗ്രേ ഷെയ്ഡായിട്ടാണ് വരുന്നത്. പിന്നെ ഇങ്ങനെയാണ് അതിൽ കട്ട് വർക്ക് വരുന്നത്. അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. അതിലിങ്ങനെ വർക്ക് വരുന്നത് ഇങ്ങനെ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം എല്ലാ സാരിയിലും ഒരുപോലെയാണ്, കളർ മാത്രമേ മാറ്റമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് കേട്ടോ. നിങ്ങൾക്ക് 2-3 സാരി കാണിച്ചപ്പം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്, നമ്മൾ സ്ഥിരം കൊണ്ടുവരുന്ന ഒരു ഷെയ്ഡാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡായതുകൊണ്ടാണ് എപ്പോഴും ആ ഷെയ്ഡ് ലാവൻഡർ, യെല്ലോ, പീച്ച് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഷെയ്ഡാണ്. അതുകൊണ്ടാണ് എല്ലാ സാരീസ്, എല്ലാ എല്ലാ ഡിസൈൻസ് വരുമ്പോഴും, നേരത്തെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് കാണിച്ചപ്പോഴും അതിന് മുൻപ് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി കാണിച്ചപ്പോഴും ഒക്കെ ആ ഒരു കളർ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്.